ഇന്ത്യയിലെയും കേരളത്തിലെയും നദികളുടെ ഉത്ഭവം, പതനം എന്നിവയെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ആദ്യമായാണ് ഞങ്ങളുടെ ക്ലാസ് കാണുന്നതെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. സിന്ധു നദി ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാർചു ഗ്ലേസിയറിൽ നിന്ന്. പതനം അറബിക്കടൽ. ഗംഗാ നദി ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിലെ ഗായ്മുഖ് ഗുഹയിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. ബ്രഹ്മപുത്ര നദി ഉത്ഭവം ചെമയുങ്തുങ് ഗ്ലേസിയറിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ നദി ഉത്ഭവം അമർകാണ്ടകിലെ മൈക്കില നിരകളിൽ നിന്ന്. പതനം അറബിക്കടലിലെ ഗൾഫ് ഓഫ് കാമ്പത്തിൽ. താപ്തി നദി ഉത്ഭവം സാത്പുരയിലെ മുൾട്ടായ് വനനിരകളിൽ നിന്ന്. പതനം അറബിക്കടൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. സിന്ധു നദി ഉത്ഭവം ടിബറ്റിലെ മാനസ സരോവറിനടുത്തുള്ള ബോഗാച്ചു ഗ്ലേസിയറിൽ നിന്ന്. പതനം അറബിക്കടലിൽ. ഗംഗാ നദി ഉത്ഭവം ഉത്തരാഖണ്ഡിലെ ഗംഗോത്രി ഗ്ലേസിയറിനടുത്തുള്ള ഗായ്മുഖ് ഗുഹയിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടൽ. ബ്രഹ്മപുത്ര നദി ഉത്ഭവം ചെമയുങ്തുങ് ഗ്ലേസിയറിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടൽ. നർമ്മദ നദി ഉത്ഭവം അമർകാണ്ടക്കിലെ മൈക്കില നിരകളിൽ നിന്ന്. പതനം അറബിക്കടലിലെ ഗൾഫ് ഓഫ് കാമ്പത്തിൽ. താപ്തി നദി ഉത്ഭവം സാത്പുരയിലെ മുൾട്ടായ് വനത്തിൽ നിന്ന്. പതനം അറബിക്കടലിൽ. മഹാനദി ഉത്ഭവം അമർകാണ്ടകിലെ സിഹാവ മലനിരകളിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി നദി ഉത്ഭവം നാസിക്കിലെ ത്രയംബക കുന്നിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. കൃഷ്ണ നദി ഉത്ഭവം മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. കാവേരി നദി ബ്രഹ്മഗിരി മലനിരയിലെ തലക്കാവേരിയിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. സബർമതി നദി ഉത്ഭവം ആരവല്ലി കുന്നിൽ നിന്ന്. പതനം ഗൾഫ് ഓഫ് കാമ്പത്തിൽ. ലൂണി നദി ഉത്ഭവം ആരവല്ലി മലനിരകളിലെ പുഷ്കർ താഴ്വരയിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. മഹാനദി ഉത്ഭവം അമർകാണ്ടകിലെ സിഹാവ മലനിരകളിൽ നിന്ന്. പതനം ബംഗാൾ ഉൾക്കടലിൽ. ഗോദാവരി നദി നാസിക്കിലെ ത്രയംബക കുന്നിൽ നിന്ന് ഉത്ഭവം. പതനം ബംഗാൾ ഉൾക്കടലിൽ. കൃഷ്ണ നദി മഹാരാഷ്ട്രയിലെ മഹാബലേശ്വർ കുന്നിൽ നിന്ന് ഉത്ഭവം. പതനം ബംഗാൾ ഉൾക്കടലിൽ. കാവേരി നദി ബ്രഹ്മഗിരി മലനിരകളിലെ തലക്കാവേരിയിൽ നിന്ന് ഉത്ഭവം. പതനം ബംഗാൾ ഉൾക്കടലിൽ. സബർമതി നദി ഉത്ഭവം ആരവല്ലി കുന്നുകളിൽ നിന്ന്. പതനം ഗൾഫ് ഓഫ് കാമ്പത്തിൽ വെച്ച്. ലൂണി നദി ഉത്ഭവം ആരവല്ലി മലനിരകളിലെ പുഷ്കർ താഴ്വരയിൽ. കരബന്ധിത നദിയാണ് ലൂണി. കടലിലോ കായലിലോ പതിക്കുന്നതല്ല. കേരളത്തിലെ നദികളാണ് ഇനി നോക്കാൻ പോകുന്നത്. പെരിയാർ നദി ഉത്ഭവം ശിവഗിരി മല. പതനം വേമ്പനാട്ടുകായൽ.
ഭാരതപ്പുഴ, ഉത്ഭവം ആനമല, പതനം അറബിക്കടലിൽ. പമ്പാ നദി, ഉത്ഭവം പുളിച്ചിമല, പതനം വേമ്പനാട്ടുകായൽ. ചാലിയാർ നദി, ഉത്ഭവം വയനാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന്, പതനം അറബിക്കടലിൽ. നെയ്യാർ നദി, ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന്, പതനം അറബിക്കടലിൽ. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. പെരിയാർ, ഉത്ഭവം ശിവഗിരിമല, പതനം വേമ്പനാട്ടുകായൽ. ഭാരതപ്പുഴ, ഉത്ഭവം ആനമല, പതനം അറബിക്കടൽ. പമ്പ, ഉത്ഭവം പുളിച്ചിമല, പതനം വേമ്പനാട്ടുകായൽ. ചാലിയാർ, ഉത്ഭവം വയനാട്ടിലെ ഇളമ്പലേരിക്കുന്നിൽ നിന്ന്, പതനം അറബിക്കടൽ. നെയ്യാർ, ഉത്ഭവം പശ്ചിമഘട്ടത്തിലെ അഗസ്ത്യമലയിൽ നിന്ന്, പതനം അറബിക്കടലിൽ. മഞ്ചേശ്വരം പുഴ, ഉത്ഭവം ബാലപ്പൂണിക്കുന്ന്, പതനം ഉപ്പളക്കായൽ. കബനി നദി, ഉത്ഭവം വയനാടിലെ തൊണ്ടാർമുടിയിൽ നിന്ന്, പതനം കർണാടകയിൽ വെച്ച് കാവേരി നദിയിൽ പതിക്കുന്നു. ഭവാനി നദി, ഉത്ഭവം നീലഗിരി, തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയിൽ പതിക്കുന്നു. പാമ്പാർ നദി, ഇടുക്കിയിലെ ദേവികുളത്തിനടുത്തുള്ള ബെന്മൂറിൽ നിന്ന് ഉത്ഭവം, പതനം തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു. ഒരിക്കൽ കൂടി ശ്രദ്ധിക്കാം. മഞ്ചേശ്വരം നദി, ഉത്ഭവം ബാലപ്പൂണിക്കുന്ന്, പതനം ഉപ്പളക്കായൽ. കബനി നദി, ഉത്ഭവം വയനാടിലെ തൊണ്ടാർമുടിയിൽ നിന്ന് കർണാടകയിലെ കാവേരി നദിയിൽ പതിക്കുന്നു. കർണാടകയിൽ വെച്ച് കാവേരി നദിയുമായി കൂടിച്ചേരുന്നു. ഭവാനി നദി, ഉത്ഭവം നീലഗിരി, തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയിൽ ചേരുന്നു. പമ്പാർ നദി, ഉത്ഭവം ഇടുക്കിയിലെ ദേവികുളത്തിനടുത്തുള്ള ബെന്മൂറിൽ വെച്ച്, പതനം തമിഴ്നാട്ടിൽ വെച്ച് കാവേരിയുമായി ചേരുന്നു. ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഞങ്ങളുടെ ചാനലിനെ പറ്റി പരിചയപ്പെടുത്തി കൊടുക്കുക. നേരത്തെയുള്ള ഞങ്ങളുടെ ക്ലാസ്സുകൾ കാണുക. PDF നോട്ടുകൾ ലഭിക്കുന്ന ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക.